ട്രെയിലർ ആരംഭിക്കുന്നത് കഠിനമായ തപസ്സിലൂടെ ബ്രഹ്മദേവനെ പ്രസാദിപ്പിച്ച് വരം നേടിയ രാവണന്റെ ലങ്കയിലേക്കുള്ള വരവോടെയാണ്. രാവണന് മുൻപ് ലങ്ക ഭരിച്ചിരുന്നത് രാവണന്റെ അർദ്ധ സഹോദരനായ കുബേരനായിരുന്നു. ലങ്കയുടെ കവാടം ചവിട്ടി തുറന്ന് കുബേരന്റെ സൈന്യത്തെ മുഴുവനും ആക്രമിച്ച് കൊന്നൊടുക്കി. ശേഷം ലങ്കയുടെ രാജാവായി. പിന്നീട് കാണിക്കുന്നത് ദേവലോകത്തും മൃത്യുലോകത്തും പാതാള ലോകത്തും യുദ്ധം ചെയ്ത് കീഴടക്കി 3 ലോകങ്ങളുടെയും ചക്രവർത്തിയായി മാറിയ രാവണനെയാണ്. ഈ കാണിച്ചിരിക്കുന്നത് ദേവേന്ദ്രനും ദേവഗണങ്ങളുമായി രാവണൻ നടത്തിയ യുദ്ധമാണ്. ഐരാവതത്തിൻ്റെ മുകളിലിരുന്ന് യുദ്ധം ചെയ്യുന്ന ദേവേന്ദ്രനെ കാണാം. ഈ രംഗം ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത് ഒട്ടും കറക്റ്റായിട്ടല്ല. അങ്ങനെ പറയാൻ കാരണങ്ങളുണ്ട്. ഒന്ന്, രാവണൻ്റെ വാഹനമായി കാണിച്ചിരിക്കുന്നത് സിംഹമാണ്. വാൽമീകി രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് രാവണൻ കുതിരപ്പുറത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു എന്നാണ്, അല്ലാതെ സിംഹമൊന്നും കഥയിൽ പോലുമില്ല. 2, രാവണൻ ഐരാവതത്തെ ചവിട്ടി വീഴ്ത്തുന്നത്. ഉയർന്നു പൊങ്ങുന്ന രാവണനെയും രാവണനെ ലക്ഷ്യമാക്കി ആയുധം പ്രയോഗിക്കാൻ ഒരുങ്ങുന്ന ഇന്ദ്രനെയും ഈ ഫ്രെയിമിൽ കാണാം. അതുപോലെ രാവണൻ ചവിട്ടി ഐരാവതത്തെ നിലത്ത് വീഴ്ത്തുന്നതും കാണാം. പക്ഷേ രാമായണത്തിൽ പറയുന്നത് ഈ യുദ്ധത്തിൽ ദേവന്മാർ നിഷ്പ്രയാസം മുന്നിട്ട് നിൽക്കുകയും ഐരാവതത്തിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്ത ഇന്ദ്രൻ രാവണനെ നിഷ്പ്രയാസം പിടിച്ചു കിട്ടിയെന്നുമാണ്. അല്ലാതെ രാവണൻ ഇന്ദ്രൻ്റെ മുകളിൽ യാതൊരു വിധത്തിലും ശക്തനായിട്ടില്ല. പിന്നീട് ഈ യുദ്ധം രാക്ഷസന്മാർ ജയിച്ചത് രാവണൻ്റെ മകൻ മായാരൂപിയായ മേഘനാഥൻ്റെ ശക്തി കൊണ്ടായിരുന്നു. മായയിലൂടെ മേഘനാഥൻ ഇന്ദ്രനെ പിടിച്ചു കിട്ടി. അതോടെ ഇന്ദ്രനെ ജയിച്ചവൻ എന്ന അർത്ഥം വരുന്ന ഇന്ദ്രജിത്ത് എന്ന പേര് മേഘനാഥന് കിട്ടി. ട്രെയിലറിൽ പക്ഷേ ഈ യുദ്ധം രാവണൻ ഒറ്റയ്ക്ക് സ്കോർ ചെയ്തതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ സിനിമയിൽ കൃത്യമായ കഥ കാണിക്കുമായിരിക്കും. തുടർന്ന് ചക്രവർത്തിയായ രാവണൻ്റെ പൂർണ്ണരൂപം. പക്ഷെ 10 തലയില്ല, 20 കൈകളില്ല എങ്കിലും കാണിക്കുന്നു. സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു രാവണൻ, അതും കുബേരൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്. താഴെ കോടിക്കണക്കിന് രാക്ഷസ സൈന്യവും. അടുത്തതായി കേൾക്കുന്നത് ഒരു ഡയലോഗാണ്. പ്രപഞ്ചത്തിൽ വിപത്തുകൾ വന്നപ്പോഴെല്ലാം മഹാവിഷ്ണു അവതാരമെടുത്ത് അതിനെ രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ കാണിക്കുന്നത് ഒരാളുടെ കഠിന തപസ്സിന് മുൻപിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ പുറകിലായി അനന്തൻ എന്ന സർപ്പത്തിൻ്റെ 5 മുഖങ്ങൾ കാണാം. 1000 തലയുള്ള അനന്തൻ എന്നാണ് പറയുന്നതെങ്കിലും പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും സൂചിപ്പിക്കുന്ന 5 തലയുള്ള സർപ്പമായും ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ശംഖ്, സുദർശന ചക്രം, താമരപ്പൂവ്, ഗദ എന്നിവയും കാണാം. ഈ പ്രാർത്ഥിക്കുന്നത് ആരാണെന്ന് വ്യക്തമല്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന ഡയലോഗ് അനുസരിച്ച് പ്രപഞ്ചത്തിലെ രാവണൻ എന്ന വിപത്തിനെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണു അവതാരമെടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. രാവണൻ്റെ നാശത്തിനായി അവതാരമെടുക്കണമെന്ന് മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചത് ഒരാളായിരുന്നില്ല, എല്ലാ ദേവന്മാരും ചേർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നടത്തുന്നത് ദേവന്മാർ ആരുമല്ല, ശ്രീരാമൻ്റെ അച്ഛനും അമ്മയുമായ ദശരഥ മഹാരാജാവും കൗസല്യയും മുൻ ജന്മത്തിൽ ബ്രഹ്മാവിൽ നിന്നും ഉത്ഭവിച്ച മനുവും ശതരൂപയുമായിരുന്നു. അവർ ആ ജന്മത്തിൽ മഹാവിഷ്ണുവിനെ തപസ് ചെയ്യുകയും അവർക്ക് മുൻപിൽ ദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഞങ്ങളുടെ മകനായി ജനിക്കണം എന്ന വരം ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ജന്മത്തിൽ അവർക്ക് മകനായി ജനിച്ചില്ല. പകരം നിങ്ങളുടെ അടുത്ത ജന്മത്തിൽ അയോധ്യയുടെ രാജാവായ ദശരഥനും ഭാര്യയായ കൗസല്യയുമായി നിങ്ങൾ പുനർജനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മകനായ രാമനായി ജനിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ രംഗത്തിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായിരിക്കുന്നത് ദശരഥൻ്റെ മുൻ ജന്മമായ മനുവിന് മുൻപിലാവാനാണ് സാധ്യത. തുടർന്ന് കാണിക്കുന്നത് അയോധ്യയും ദശരഥ മഹാരാജാവും ഭാര്യമാരായ കൗസല്യ, കൈകേയി, സുമിത്ര എന്നിവരും ചേർന്ന് നടത്തുന്ന ഒരു യാഗമാണ്. കാലങ്ങളായി കുട്ടികൾ ഉണ്ടാവാതിരുന്ന ദശരഥ മഹാരാജാവ് കുട്ടികൾ ഉണ്ടാവാനായി നടത്തിയ പുത്രകാമേഷ്ടി യാഗമാണത്. ഈ ഇരിക്കുന്നത് യാഗം നടത്താനെത്തിയ മഹർഷിയായ ഋഷ്യശൃംഗനാണ്. ഹോമകുണ്ഡത്തിൻ്റെ മറുവശത്തിരിക്കുന്നത് അയോധ്യയുടെ രാജഗുരുവായ വസിഷ്ഠനുമാണ്. ക്യാമറ സൂം ചെയ്ത് ഹോമകുണ്ഡത്തിനടുത്തേക്ക് എത്തുമ്പോൾ തീയുടെ നിറം ചുവപ്പിൽ നിന്നും മാറി നീലയാവുന്നുണ്ട്. അവസാനം ശ്രദ്ധിച്ചു നോക്കിയാൽ ഹോമകുണ്ഡത്തിലെ തീക്കകത്ത് നീല നാളങ്ങൾക്ക് നടുവിലായി ഒരു സ്വർണ്ണ പാത്രം കാണാം. രാമായണത്തിൽ പറയുന്നത് പുത്രകാമിഷ്ടി യാഗത്തിൻ്റെ അവസാനം അഗ്നിദേവൻ ഒരു സ്വർണ്ണ പാത്രത്തിൽ ദേവന്മാർ തയ്യാറാക്കിയ പായസവുമായി പ്രത്യക്ഷപ്പെട്ടുവെന്നും അത് ദശരഥന് നൽകിക്കൊണ്ട് ഇത് നിനക്ക് പുത്രന്മാർ ജനിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറയുകയും ചെയ്തുവെന്നാണ്. ഈ ഫ്രെയിമിൽ കാണുന്നത് പായസം നിറഞ്ഞ ആ സ്വർണ്ണപാത്രം ഹോമകുണ്ഡത്തിൽ നിന്നും പൊങ്ങി വരുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീരാമൻ അമ്പെയ്യാൻ തുടങ്ങുന്ന ഒരു ഛായാരൂപമാണ്. തലയിൽ കിരീടമുള്ളതുകൊണ്ട് ഇത് 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തി രാജാവായതിനു ശേഷമുള്ള ഒരു രംഗമാവാനാണ് സാധ്യത. ഇത് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. രാമൻ്റെ കയ്യിലിരിക്കുന്ന വില്ല് പരശുരാമൻ നൽകിയ വൈഷ്ണവ ധനുസ്സാണ്. അത് കിട്ടുന്നത് സീതാ സ്വയംവരം കഴിഞ്ഞാണ്. മാത്രമല്ല അതിനുശേഷം രാമന് യുദ്ധത്തിലൊന്നും പങ്കെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഏതാണ്ട് ഉടനെ തന്നെ വനവാസം ആരംഭിച്ചു. വനവാസകാലത്ത് കിരീടമൊന്നുമില്ല. അതുകൊണ്ടൊക്കെ ഈ രംഗം 14 വർഷത്തെ വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തി രാജാവായതിനു ശേഷമുള്ള ഒരു രംഗമാവാനാണ് സാധ്യത. തുടർന്ന് കാണിക്കുന്ന അയോധ്യയെ ഒരു കൂട്ടം പക്ഷികൾ ആക്രമിക്കുന്ന രംഗവും തുടർന്ന് കണ്ണ് കെട്ടിക്കൊണ്ട് ശ്രീരാമൻ കുതിരപ്പുറത്ത് അമ്പുമില്ലുമായി പാഞ്ഞു പോകുന്നതും
അയോധ്യയിലെ ഒരു മണി തട്ടിയെടുത്തുകൊണ്ട് പറന്ന പക്ഷിരാക്ഷസനെ ലക്ഷ്യമാക്കി പോകുന്നതുമൊന്നും രാമായണത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് ഞാൻ കരുതുന്നു. ദശരഥന് മക്കൾ ജനിച്ച വിവരം അയോധ്യയിലെ ജനങ്ങളെ അറിയിക്കുന്ന രംഗം തുടർന്നു വരുന്നുണ്ട്. ഇതിൽ കൗസല്യയെയും മകനായ രാമനെയും ഫ്രെയിമിൽ കാണിക്കുന്നില്ല. പുറകിൽ നിൽക്കുന്നത് കൈകേയിയും മകനായ ഭരതനുമാണ്. ഒരു വശത്തായി നിൽക്കുന്നത് സുമിത്രയും കയ്യിൽ 2 കുട്ടികൾ, ലക്ഷ്മണനും ശത്രുഘ്നനും. തുടർന്ന് ട്രെയിലറിൽ വരുന്നത് ഒരു ഘോരവനത്തിൽ രാമൻ ഒരു രാക്ഷസനുമായി ഏറ്റുമുട്ടുന്ന രംഗമാണ്. ഒരു രാജകുമാരൻ്റെ വേഷമാണത്. ഇത് വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയുമായി ബന്ധപ്പെട്ട യുദ്ധമാണ്. രാമലക്ഷ്മണന്മാരെക്കുറിച്ചറിഞ്ഞ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി തൻ്റെ യാഗം മുടക്കുന്ന സുബാഹു, മാരീചൻ എന്നീ അസുരന്മാരെയും അവരുടെ സൈന്യത്തെയും കൊന്നൊടുക്കാൻ രാമനെയും ലക്ഷ്മണൻ്റെയും സഹായം ചോദിക്കും. അങ്ങനെ രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ യാഗരക്ഷയ്ക്കായി പോകും. അവിടെ വെച്ച് സുബാഹു എന്ന രാക്ഷസനെ അമ്പ് ചെയ്ത് കൊല്ലുന്ന രംഗമാണിത്. ശ്രീരാമൻ്റെ ഡയലോഗാണ് തുടർന്ന് കേൾക്കുന്നത്. ലോക നന്മയ്ക്ക് വേണ്ടി എൻ്റെ മൃത്യു സംഭവിച്ചാലും ഞാനത് സ്വീകരിക്കും എന്ന് ശ്രീരാമൻ ദശരഥനോട് പറയുന്നു. ഇത് 14 വർഷത്തെ വനവാസത്തിന് പോകുന്നതിന് മുൻപ് ദശരഥനുമായുള്ള കൂടിക്കാഴ്ചയിൽ പറയുന്നതാണ്. തുടർന്ന് അനുഗ്രഹവും വാങ്ങി വനവാസത്തിന് പോകുന്നു. ശേഷം കാണിക്കുന്ന രംഗം ഇത് കൃത്യമായി പിടികിട്ടിയില്ല. എന്നാലും എൻ്റെ ബെസ്റ്റ് ഗസ് ഇതാണ്. വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായി രാമനെയും ലക്ഷ്മണനെയും കൊണ്ടുപോകുമ്പോൾ കുമാരന്മാരുടെ ശരീരത്തിന് ദാഹവും വിശപ്പും മൂലം തളർച്ച ഉണ്ടാവാതിരിക്കാൻ ബല, അതിബല എന്നീ മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന രംഗമാണിത്. സീതാ സ്വയംവരം. മിഥിലാപുരിയിൽ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പരമശിവൻ്റെ വില്ലായ ത്രയംബകം കുലയ്ക്കുന്ന രംഗം. ഇടത്തെ കൈകൊണ്ട് വില്ലെടുത്ത് ഉയർത്തുന്നതും ഞാൻ കെട്ടുവാൻ വലത് കൈയിലെടുത്ത് പിടിച്ചിരിക്കുന്നതും കാണാം. പിന്നീട് സംഭവിക്കുന്നത് ഞാൻ കെട്ടിയതിന് ശേഷം ഞാണൊലി മുഴക്കുമ്പോൾ ആ വില്ല് ഒടിഞ്ഞു പോകും. ശേഷം സീതാ സ്വയംവരം. ശ്രീരാമ പട്ടാഭിഷേക വിഘ്നം. സീതയെ വിവാഹം കഴിച്ച് അയോധ്യയിൽ തിരിച്ചെത്തിയ ശ്രീരാമനെ രാജാവായി വാഴിക്കുവാൻ ദശരഥൻ തീരുമാനിക്കും. പക്ഷേ തൻ്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്ന് കൈകേയി പറയും. ആ നാടകീയ രംഗങ്ങളാണ് പിന്നീട് ട്രെയിലറിൽ കാണിക്കുന്നത്. പൊട്ടിച്ചിതറിയ മുത്തുമാലയും മറിച്ചിട്ട നിലവിളക്കും സങ്കടത്തിലായ ദശരഥനെയും ഈ ഫ്രെയിമിൽ കാണാം. ശ്രീരാമൻ അങ്ങോട്ടേക്ക് എത്തുന്നു. വനവാസത്തിന് പോകണമെന്ന കൈകേയിയുടെ ആജ്ഞ കേൾക്കുന്നു. തുടർന്ന് രാജവേഷം ഉപേക്ഷിച്ച് കാവിയുടുത്ത് രുദ്രാക്ഷം ധരിച്ച് രാമനും ലക്ഷ്മണനും സീതയും യാത്രയാകും. ട്രെയിലറിൻ്റെ അവസാന ഭാഗത്ത് കൈകേയിയുടെ മനസ്സ് മാറ്റി ശ്രീരാമനെ വനവാസത്തിനയക്കാൻ കാരണക്കാരിയായ മന്ധര എന്ന ദാസിയെയും കാണാം. ശരീരത്തിൽ 3 വളവുകളുള്ള കൂനിയായ സ്ത്രീയാണ് മന്ധര എന്നാണ് രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആളെ കണ്ടിട്ടും കൂനുള്ളതുപോലെയൊക്കെയുണ്ട്. തുടർന്നാണ് സീതയെ കാണിക്കുന്നത്. സീതാ സ്വയംവരത്തിൽ രാമനെ ആദ്യമായി കാണുന്നതും അവർ ഒരുമിച്ച് അയോധ്യയിൽ ഇരിക്കുന്നതും തുടർന്ന് വനവാസത്തിന് പോകുന്ന കാര്യം പറയുമ്പോൾ നമ്മുടെ നിയോഗം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാമനോടൊപ്പം പുറപ്പെടാൻ തയ്യാറാകുന്നതും. അയോധ്യയിലെ ജനങ്ങളുടെ ഇടയിലൂടെ രഥത്തിൽ നീങ്ങുന്ന സീതാരാമ ലക്ഷ്മണർ. സൂക്ഷിച്ചു നോക്കിയാൽ ജനങ്ങൾ ഒരിടത്ത് നിൽക്കുകയല്ല, പകരം അവർ രഥത്തിനൊപ്പം നീങ്ങുകയാണ്. അയോധ്യയിലെ ജനങ്ങളും രാമനൊപ്പം വനവാസത്തിന് പുറപ്പെട്ടിരുന്നു. അതീവ ദുഃഖിതനായ ദശരഥൻ കരഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിൻ്റെ പടികൾ ഇറങ്ങി വരുന്നു. ശേഷം ഈ ദുഃഖം താങ്ങാനാവാതെ ദശരഥൻ മരിക്കുകയും ചെയ്യും. ഒരു വഞ്ചിയിൽ സീതയും രാമനും ലക്ഷ്മണനും പോകുന്ന രംഗം. ആ വഞ്ചി നിയന്ത്രിച്ചിരിക്കുന്ന ആളെ സ്ക്രീനിൽ കാണിക്കുന്നില്ല. അത് കാട്ടാളന്മാരുടെ രാജാവും ശ്രീരാമൻ്റെ സുഹൃത്തുമായ ഗുഹനാണ്. പിന്നീട് കാണിക്കുന്നത് നൃത്യവാദ്യഘോഷങ്ങളോടെ രാവണനെയാണ്. പക്ഷേ അത് ലങ്കയല്ല. അത് വിവേക് ഒബ്രോയി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ വിദ്യുത് ജീവയുടെ കാലകേയ രാജ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവണനും വിദ്യുത് ജീവയും തമ്മിലൊരു പോരാട്ടം നടക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ആ പോരാട്ടത്തിനൊടുവിൽ വിദ്യുത് ജീവയെ രാവണൻ കൊല്ലും. കാലകേയ രാജ്യം സ്വന്തമാക്കും. വാൽമീകി രാമായണത്തിൽ ഈ വിദ്യുത് ജീവ രാവണൻ്റെ സഹോദരിയായ ശൂർപ്പണഖയുടെ ഭർത്താവാണ്. തുടർന്ന് ട്രെയിലറിൽ വരുന്ന രംഗം ദണ്ഡകാരണ്യത്തിലൂടെ ശൂർപ്പണഖ വരുന്നതാണ്. രഥം വലിക്കുന്ന പുലിയും സിംഹവുമാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത ഏതോ ഒരു ജീവി മാത്രമാണ് രാമായണത്തിൽ ഇല്ലാത്തത്. രാമായണത്തിൽ ശ്രീരാമൻ്റെ കാൽപാദങ്ങൾ കണ്ടുകൊണ്ട് വന്നതായിരുന്നു ശൂർപ്പണഖ. പക്ഷേ ഇവിടെ ഒട്ടും ചേരാത്ത രഥവുമായി വരുന്നു. ശൂർപ്പണഖയ്ക്ക് രാമനോട് ഇഷ്ടം തോന്നുകയും സീതയെ ഉപേക്ഷിച്ച് ഇറങ്ങി വരുവാനും പറയും. പക്ഷേ രാമൻ ഒരിക്കലും അത് അംഗീകരിക്കില്ല. സീതയെ ആക്രമിക്കാൻ പാഞ്ഞെടുത്ത ശൂർപ്പണഖയുടെ നേരെ ലക്ഷ്മണൻ വാൾ വീശുന്നത് കാണിച്ചിട്ടുണ്ട്. ശേഷം മുഖമമർത്തി അലർന്ന ശൂർപ്പണഖയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും ശൂർപ്പണഖയുടെ രൂപം മാറിയിട്ടൊന്നുമില്ല. ശൂർപ്പണഖ രാവണൻ്റെ സഹോദരിയായ രാക്ഷസിയാണ്. ഇഷ്ടം പോലെ രൂപം മാറാൻ കഴിവുള്ളവൾ. സീതയെ ആക്രമിക്കാൻ ശൂർപ്പണഖ പാഞ്ഞെടുക്കുന്നത് രാക്ഷസിയുടെ രൂപത്തിലാണ്. ട്രെയിലറിൽ അങ്ങനെ രൂപമാറ്റം ഒന്നും കാണിക്കുന്നില്ല. രാക്ഷസിയായ ശൂർപ്പണഖയുടെ മൂക്കും മാറിടങ്ങളും ലക്ഷ്മണൻ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തി അലറിക്കൊണ്ട് ശൂർപ്പണഖ കാട്ടിലേക്ക് പോയി. ഇതാണ് കഥ. ട്രെയിലറിൽ ഇത്രയൊന്നും കാണിച്ചിട്ടില്ല. സോ സിനിമയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ശൂർപ്പണഖയെ കാണിക്കുന്ന രംഗത്തിൽ ശൂർപ്പണഖ പറയുന്നത് ജനസ്ഥാനത്തിൻ്റെ രാജകുമാരി ശൂർപ്പണഖ എന്നാണ്. ദണ്ഡകാരണ്യം എന്ന വലിയ കാടിൻ്റെ ഒരു ഭാഗമാണ് ജനസ്ഥാനം. അതേ വനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് സീതാരാമ ലക്ഷ്മണർ താമസിക്കുന്ന പഞ്ചവടി.
ജനസ്ഥാനത്ത് നിന്നും പഞ്ചവടിയിലേക്ക് ശൂർപ്പണഖ വരുന്ന രംഗമാണിത്. മുറിവേറ്റ ശൂർപ്പണഖ സഹോദരനായ രാവണൻ്റെ അടുത്തേക്ക് ചെല്ലും. അതാണ് തുടർന്ന് കാണിക്കുന്ന രംഗം. രാവണൻ പറയുന്നത് രാമനോട് പ്രതികാരം ചെയ്തിരിക്കും ശൂർപ്പണഖെ എന്നാണ്. അവൻ്റെ മരണം മാത്രമല്ല, അപമാനവും അതിഭീകരമായിരിക്കും. അതോടൊപ്പം സീതയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടു പോകുന്നതും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാമനും ലക്ഷ്മണനും നിൽക്കുന്ന ഒരു രംഗമാണ്. ഒരു വശത്തായി തീജ്വാലയിൽ നിന്നുള്ള വെളിച്ചം രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് പതിക്കുന്നുണ്ട്. അത് ജടായുവിൻ്റെ ശവസംസ്കാരം നടത്തിയതിന് ശേഷം ആ ചിതയുടെ അടുത്ത് നിന്നുകൊണ്ട് ശ്രീരാമൻ പ്രതിജ്ഞയെടുക്കുന്ന രംഗമാണ്. രാവണൻ 3 ലോകത്തിൻ്റെയും അധിപനാണെങ്കിൽ ആ 3 ലോകങ്ങളെയും സാക്ഷിയാക്കി ഞാൻ അവനെ വധിച്ചിരിക്കും. എൻ്റെ സീതയെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അടുത്തതായി കാണിക്കുന്നത് രാമരാവണ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്ന രാമനെയാണ്. പടച്ചട്ട ധരിക്കുന്നതും കാണാം. പരശുരാമൻ നൽകിയ വൈഷ്ണവ ധനുസ് എന്ന വില്ലെടുത്ത് തയ്യാറാകുന്നതും കാണാം. പരശുരാമൻ വില്ല് നൽകിയതിന് ശേഷമുള്ള എല്ലാ രംഗങ്ങളിലും രാമൻ പിന്നീട് ഉപയോഗിച്ചിരിക്കുന്നത് ആ വില്ലാണ്. ഈ ഒരു ഡീറ്റെയിൽ കൃത്യമായി ട്രെയിലറിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ വൈഷ്ണവ ധനുസിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും ആവനാഴിയിൽ അമ്പ് തീരില്ല എന്നുള്ളതാണ്. ആവനാഴി എപ്പോഴും അമ്പുകൾ കൊണ്ട് നിറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ഷോട്ട് രാവണൻ കുബേരൻ്റെ ലങ്കയെ ആക്രമിക്കുന്നതിൽ നിന്നുള്ളത് തന്നെയാണ്. രാവണൻ്റെ രാക്ഷസ സൈന്യം യുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുകയാണ്. രാവണൻ കുബേരൻ്റെ സൈന്യത്തെ ആക്രമിക്കാൻ പാഞ്ഞെടുക്കുമ്പോഴും രാവണൻ്റെ സൈന്യം ഒരടി പോലും മുൻപോട്ട് വയ്ക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. കുബേരൻ്റെ സൈന്യത്തെ പൂർണ്ണമായും തോൽപ്പിച്ചത് രാവണൻ ഒറ്റയ്ക്കായിരുന്നു എന്ന് കാണിക്കുക കൂടിയാണ് ഈ സീനിൽ. അതോടൊപ്പം ഇന്ദ്രനുമായുള്ള യുദ്ധത്തിൻ്റെ ഒരു ഭാഗവും കാണിക്കുന്നുണ്ട്. ഇന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ച് ഇടിമിന്നൽ കൊണ്ട് രാവണനെ ആക്രമിക്കുമ്പോൾ രാവണൻ തൻ്റെ ചന്ദ്രഹാസം എന്ന വാൾ ഉപയോഗിച്ച് ഇടിമിന്നലിനെ തടയുന്നതും കാണാം. ട്രെയിലർ കാണുമ്പോൾ രാവണൻ ഉണ്ടാക്കിയ ഇടിമിന്നലാണെന്ന് തോന്നുമെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയാൽ അത് ആകാശത്തു നിന്നും വരുന്നതാണെന്ന് വ്യക്തമായി മനസ്സിലാവും. തുടർന്ന് ട്രെയിലറിൽ കാണിക്കുന്നതാണ് ശ്രീരാമനും പരശുരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ച. പരശുരാമൻ വൈഷ്ണവ ധനുസ് ശ്രീരാമന് മുൻപിൽ സമർപ്പിക്കുന്നതും കാണാം. പരശുരാമനായി അഭിനയിച്ചിരിക്കുന്നതും രൺബീർ കപൂർ തന്നെയാണ്. മിഥിലാപുരിയിൽ സീതയെ നേടിയെടുക്കാൻ ശ്രീരാമൻ ഒടിച്ച ത്രയംബകം എന്ന വില്ല് പരശുരാമൻ മിഥിലയുടെ രാജാവായ ജനക മഹാരാജാവിന് സമ്മാനിച്ചതായിരുന്നു. ആ വില്ല് ഒരാൾ ഒടിച്ചെന്നറിഞ്ഞ പരശുരാമൻ സീതാ സ്വയംവരം കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോവുകയായിരുന്ന രാമനെയും സംഘത്തെയും തടയും. ഈ സീനിൽ പരശുരാമൻ എറിഞ്ഞ മഴു ശ്രീരാമൻ പിടിച്ചു നിർത്തുന്നതും കാണാം. തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുടെ ഒരു ഭാഗമാണ് വൈഷ്ണവ ധനുസ് കൈമാറുന്നത്. അതോടെ പരശുരാമൻ എന്ന അവതാരത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുകയും ചെയ്തു. പരശുരാമൻ മഴു എറിയുമ്പോൾ ശ്രീരാമൻ്റെ പുറകിലായി ശത്രുഘ്നൻ വാളെടുക്കാൻ തയ്യാറാകുന്നതും തുടർന്ന് പരശുരാമൻ വൈഷ്ണവ ധനുസ് കൈമാറുമ്പോൾ ശത്രുഘ്നൻ വാളിൽ നിന്ന് കൈയെടുത്തിരിക്കുന്നതും കാണാം. എപ്പോഴും ഒരു പോരാട്ടത്തിന് തയ്യാറാണ് അനുജൻ ശത്രുഘ്നൻ എന്നർത്ഥം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ഈ ട്രെയിലർ 3Dയിൽ ഇട്ടിരുന്നു. ഞാൻ ഏറ്റവും അത്ഭുതപ്പെട്ടത് ഈ ഒരു സീനിലായിരുന്നു. ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഞെട്ടിയത് ഈ രംഗത്തിലാണ്. സീതയെ തട്ടിക്കൊണ്ടു പോകുന്ന രാവണനുമായി യുദ്ധം ചെയ്യുന്ന ജടായുവിൻ്റെ രംഗം. പുഷ്പക വിമാനത്തിൽ നിന്നും രാവണൻ എറിഞ്ഞ കുന്തമൊക്കെ നിഷ്പ്രയാസം മറികടന്ന് രാവണനെ ആക്രമിച്ച് തേരും ആയുധങ്ങളും തകർക്കും. ഈ ഫ്രെയിമിൽ ശ്രദ്ധിച്ചാൽ ജടായുവിൻ്റെ പക്ഷി സൈന്യം പുഷ്പക വിമാനത്തെ പൂർണ്ണമായും വളഞ്ഞിരിക്കുന്നത് കാണാം. യുദ്ധത്തിൻ്റെ അവസാനം രാവണൻ ചന്ദ്രഹാസം ഉപയോഗിച്ച് ജടായുവിൻ്റെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തും. തുടർന്ന് സീതയെ അന്വേഷിച്ചെത്തുന്ന രാമൻ വഴിമധ്യേ മരണാസന്നനായി കിടക്കുന്ന ജടായുവിൽ നിന്ന് രാവണനെക്കുറിച്ച് അറിയും. ശേഷം രാമനും ലക്ഷ്മണനും ചേർന്ന് ചിതയൊരുക്കി ജടായുവിനെ സംസ്കരിക്കും. ദശരഥൻ്റെ മരണശേഷം രാജ്യം ലഭിച്ച ഭരതൻ പക്ഷേ രാജ്യം ഭരിക്കാൻ തയ്യാറല്ലായിരുന്നു. വനവാസത്തിന് പോയ സീതാരാമ ലക്ഷ്മണരെ കണ്ട് ശ്രീരാമൻ്റെ മിതിയടികൾ വാങ്ങി അത് സിംഹാസനത്തിൽ വെച്ചുകൊണ്ട് അയോധ്യയെ ഭരിക്കുകയാണ് ചെയ്യുക. ഈ സീനിൽ സീത, രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരെയും രാജഗുരുവായ വസിഷ്ഠനെയും കാണാം. ട്രെയിലറിൽ ശോഭനയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അത് രാക്ഷസന്മാരുടെ ഇടയിലാണെന്നാണ് തോന്നുന്നത്, അതായത് ലങ്കയിൽ. അങ്ങനെയാണെങ്കിൽ രാവണൻ സീതയെ പാർപ്പിച്ചിരുന്ന അശോകവനത്തിൽ സീതയുടെ പരിചാരകയായിരുന്ന ത്രിജടയാവാനാണ് സാധ്യത. രാക്ഷസ സ്ത്രീകളിൽ കരുണയുള്ളവളും സീതയ്ക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിരുന്നതും ത്രിജടയായിരുന്നു. തുടർന്ന് കാണിക്കുന്നത് മാരീചനെയും ലക്ഷ്മണരേഖയെയും ഒക്കെയാണ്. പഞ്ചവടിയിൽ നിന്ന് സീതയെ തട്ടിക്കൊണ്ടു പോകാൻ രാവണനെ സഹായിച്ച രാക്ഷസനായിരുന്നു മാരീചൻ. മാരീചൻ ഒരു മാനായി വേഷം മാറുകയും രാമൻ അതിനെ പിന്തുടർന്ന് പോവുകയും ചെയ്യും. സീതയും ലക്ഷ്മണനും അവരുടെ ആശ്രമത്തിൽ കാത്തിരിക്കും. കുറെ കഴിഞ്ഞ് രാമൻ അമ്പെയ്ത് മാരീചൻ എന്ന മാന്യനെ വീഴ്ത്തും. അപ്പോൾ മാരീചൻ രാമൻ്റെ ശബ്ദത്തിൽ കരയും. അത് കേൾക്കുന്ന സീത രാമൻ അപകടം സംഭവിച്ചെന്ന് കരുതി ലക്ഷ്മണനോട് രാമനെ അന്വേഷിച്ച് പോകാൻ പറയും. പക്ഷേ ഇത് മാരീചൻ്റെ മായയാണെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മണൻ ആദ്യം പോകാൻ വിസമ്മതിക്കും. അപ്പോൾ സീത വാളെടുത്ത് ദേഷ്യത്തോടെ ലക്ഷ്മണൻ്റെ നേർക്ക് ചെല്ലും. സീതയെ വിട്ടിട്ട് പോയാൽ മറ്റു രാക്ഷസന്മാർ സീതയെ ആക്രമിക്കുമെന്ന് കരുതുന്ന ലക്ഷ്മണൻ സീതയ്ക്കും താമസിക്കുന്ന ആശ്രമത്തിന് ചുറ്റും ദിവ്യാസ്ത്രം കൊണ്ട് ലക്ഷ്മണരേഖ തീർക്കും. അത് കടന്ന് പുറത്തു വരരുതെന്ന് സീതയോട് പറയുകയും ചെയ്യും. ശേഷം രാമനെ അന്വേഷിച്ച് പോവുകയും ചെയ്യും. ഈ രംഗങ്ങൾ ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്.
പക്ഷേ വാൽമീകി രാമായണത്തിലും രാമചരിതമാനസത്തിലും ഒന്നും ഈ ലക്ഷ്മണരേഖ എന്ന സന്ദർഭമില്ല. ഇത് പിന്നീട് വാമൊഴിയായി പ്രചരിച്ചതാണ്. സീത ഈ ലക്ഷ്മണരേഖ കടക്കുന്നതും കാണിക്കുന്നുണ്ട് ട്രെയിലറിൽ. ഈ ഷോട്ടിൽ സീതയുടെ മുടിയിൽ ഒരു ചുവന്ന പൂവിരിക്കുന്നത് കാണാം. സീത ലക്ഷ്മണരേഖ കടക്കുന്നതും രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ രാമനും ലക്ഷ്മണനും മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ചുവന്ന പൂവിനെ വഴിയിൽ ഉപേക്ഷിക്കും. ശ്രീരാമൻ ഈ പൂവെടുത്ത് നോക്കുന്നതും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. ഈ രാവണനും സിംഹവും തമ്മിലുള്ള അലർച്ച മത്സരമൊന്നും ഒരു രാമായണത്തിലുള്ളതായി അറിവില്ല. പിന്നെ വാറും പത്താനും ആൽഫയും ഒക്കെ എഴുതിയ ശ്രീധർ രാഘവൻ എഴുതിയാൽ രാമായണത്തിൽ ഇതല്ല, ഇതിലപ്പുറവും കാണും. ടൈറ്റിൽ എഴുതി കാണിച്ചതിന് ശേഷം രാവണൻ്റെ സൈന്യം ഒരുപാട് കാഹളങ്ങൾ മുഴക്കുന്നത് കാണാം. അകലെയായി പെരുമ്പറ കൊട്ടുന്നതും കാണാം. വലിയൊരു കാലും കാണാം ഫ്രെയിമിൻ്റെ ഒരു വശത്തായി. അത് രാമരാവണ യുദ്ധത്തിൽ പങ്കെടുക്കാനായി രാവണൻ്റെ സഹോദരനായ കുംഭകർണനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തുവാൻ ശ്രമിക്കുന്ന രംഗമാണ്. ശേഷം യുദ്ധഭൂമിയിലെ കുംഭകർണനെയും കാണാം. ട്രെയിലർ അവസാനിക്കുന്നത് ഇനി രാമയുഗത്തിൻ്റെ ആരംഭം എന്ന ഡയലോഗ് കാണിക്കുമ്പോഴാണ്. ഒപ്പം ശ്രീരാമൻ രാമരാവണ യുദ്ധത്തിൽ കൊടുങ്കാറ്റിനെതിരെ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്നതാണ്. ആ അമ്പിൻ്റെ കൂർത്ത ഭാഗത്തു നിന്നും തീ ആരംഭിക്കുന്നതും എയ്തതിന് ശേഷം പൂർണ്ണമായും തീയായി മാറുകയും കൊടുങ്കാറ്റിലുടനീളം തീയുടെ പ്രഭാവം നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ ഒരുപാട് സ്പെഷ്യൽ ആരോസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതേതാണ് സന്ദർഭം എന്ന് വ്യക്തമല്ല. രാമായണത്തിലെ ഒരുപാട് സന്ദർഭങ്ങൾ ഭംഗിയായി കാണിച്ചുകൊണ്ടാണ് ട്രെയിലറിൽ അവസാനിക്കുന്നത്. പക്ഷേ ഇത് വാൽമീകി രാമായണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയതിനേക്കാൾ ഹോളിവുഡ് ഓഡിയൻസിനെ ഒക്കെ ലക്ഷ്യമാക്കി തയ്യാറാക്കിയ സിനിമ പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. 3Dയിൽ ട്രെയിലർ കണ്ടപ്പോൾ നന്നായിരുന്നു. ഏതായാലും വലിയ സ്ക്രീനിൽ ഗംഭീര വിഷ്വൽ ട്രീറ്റോട് കൂടി സിനിമ വരുമെന്ന് പ്രതീക്ഷിക്കാം. ട്രെയിലറിൽ കാണിച്ചതൊന്നും സത്യത്തിൽ രാമായണത്തിലെ സന്ദർഭങ്ങളിലെ പകുതി പോലും ആയിട്ടില്ല. വാനര സൈന്യവും അവരുടെ പോരാട്ടങ്ങളും പൂർണ്ണമായും ട്രെയിലറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.